സമയം വിലപ്പെട്ടതാണ്, അത് ഒരിക്കലും പാഴാക്കരുത്. എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുള്ള ഉപദേശമാണ് ഇത്. അധ്യാപകർ വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ അച്ഛനമ്മമാർ കുട്ടികളോടും എത്രയോ തവണ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് ഇത്. ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം തികയാത്ത അവസ്ഥ സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മഹത്തായ ഭാരതത്തിൻ്റെ സ്പന്ദനങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഓരോ കാര്യങ്ങളും സുസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട നമ്മുടെ മുഖ്യമന്ത്രിക്കും നമുക്കും എല്ലാം ഒരു ദിവസം 24 മണിക്കൂർ മാത്രമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് സമയം തികയാത്തത്? സമയബന്ധിതമായ കാര്യങ്ങളെ പൂർത്തീകരിക്കുവാനുള്ള നമ്മുടെ പ്രാവീണ്യം കുറവാണ് ഇതിൻ്റെ കാരണം. അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്നതിന് ശേഷം വിദ്യാർത്ഥികളോട് ചോദിച്ചു, ഹോംവർക്ക് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത്. ഒരു കുട്ടി പറഞ്ഞു, പഠിക്കാൻ സമയം തികയുന്നില്ല സാർ എന്ന് പറഞ്ഞു. അധ്യാപകൻ ഒന്നും മിണ്ടിയില്ല. നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോയി അവിടെ നിന്ന് ഒരു ജഗ് കൊണ്ടുവന്നു. അതിനകത്ത് അദ്ദേഹം വലിയ കല്ലുകൾ നിക്ഷേപിച്ചു. ഇതുപോലെ വലിയ കല്ലുകൾ. കല്ലുകൾ നിക്ഷേപിച്ചതിന് ശേഷം കുട്ടികളോട് അദ്ദേഹം ചോദിച്ചു, ഇത് നിറഞ്ഞിരിക്കുന്നു, ഇനി ഇതിനകത്ത് ഒന്നും ഇടുക സാധ്യമല്ല. കുട്ടികൾ അത് സമ്മതിച്ചു. പക്ഷേ അധ്യാപകൻ വിട്ടില്ല. അദ്ദേഹം മറ്റൊരു പാത്രത്തിൽ ചെറിയ ചെറിയ ചരൽക്കല്ലുകൾ കൊണ്ടുവന്നു. ആ ചരൽക്കല്ലുകളെ ഇതിനകത്തേക്ക് സാവധാനമിട്ട് അത് പതുക്കെ പതുക്കെ ഇതുപോലെ ഇളക്കി. ആ ചരൽക്കല്ലുകൾ ഈ കല്ലുകൾക്കിടയിലേക്ക് വിടവിലേക്ക് പതുക്കെ പതുക്കെ ഇറങ്ങിപ്പോയി. അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ജഗ് ഇപ്പോഴും നിറഞ്ഞിരിക്കുന്നു, ഇതിനകത്ത് ഇനി ഒന്നും കൊള്ളില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ തെറ്റ്. അതിനകത്തേക്ക് അദ്ദേഹം മണൽ ഇതുപോലെ ഇട്ടു. പതുക്കെ അതിനെ ഇളക്കി. ജഗ്ഗിൽ മണലും നിറഞ്ഞു. ഇനി ഇതിനകത്ത് ഒന്നും കൊള്ളില്ല എന്ന് കുട്ടികൾ വിശ്വസിച്ചു. പക്ഷേ അധ്യാപകൻ വിട്ടില്ല. അദ്ദേഹം ഒരു ഗ്ലാസ് പാലെടുത്തു. പാലെടുത്തതിന് ശേഷം ആ പാലിനെ സാവധാനം ഇതിനകത്തേക്ക് ഒഴിച്ചു. ആ പാലും ഈ ജഗ്ഗിനകത്ത് നിറഞ്ഞു കവിഞ്ഞു. കുട്ടികളോട് അധ്യാപകൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കുട്ടികൾ മിഴിച്ചു നിൽക്കുമ്പോൾ അധ്യാപകൻ പറഞ്ഞു, ആദ്യം നമ്മളിട്ട കല്ല്, വലിയ കല്ലുകൾ, ആ കല്ലുകൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. രണ്ടാമത് നമ്മൾ നിക്ഷേപിച്ച ചരലെന്ന് പറയുന്നത് അല്പം കൂടി പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളാണ്. മൂന്നാമതിട്ട മണലാണെങ്കിൽ തീരെ പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളാണ്. കുട്ടികൾ ചോദിച്ചു, അപ്പോൾ പാലോ? അധ്യാപകൻ പറഞ്ഞു, ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിനിടയ്ക്ക് തിരക്ക് പിടിച്ചോടുന്ന സമയത്ത് ആരോഗ്യത്തിൻ്റെ കാര്യം മറക്കരുത്. ആരോഗ്യമില്ലെങ്കിൽ, ശരീരമില്ലെങ്കിൽ നമ്മളില്ല. അതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനായി അച്ഛനമ്മമാർക്ക് കുട്ടികൾക്കും അധ്യാപകർക്ക് വിദ്യാർത്ഥികൾക്കും കാണിച്ചു കൊടുക്കാവുന്ന ഒരു നല്ല ഉദാഹരണമാണ് ഇത്. കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾ സമയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയണം. സമയബന്ധിതമായ കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ അവർക്ക് സാധിക്കണം. മുതിർന്നു വരുമ്പോൾ ഒരുപാട് തിരക്കിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ ഇത് വലിയ ഒരു സഹായമാവും. തീർച്ചയായും സമയത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം ഉദാഹരണത്തിലൂടെ.